നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഇംഗ്ലീഷ് പാടുള്ളവർക്ക് എളുപ്പത്തിൽ ഉത്തരങ്ങളിലേക്ക് എത്താനുള്ള കുറച്ച് ട്രിക്സ്. ഒരു ചോദ്യം കാണുമ്പോൾ അതെങ്ങനെ ആ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യണം, ആ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് 20 ചോദ്യങ്ങൾ, ഇന്നലെ 20 ചോദ്യങ്ങൾ പഠിച്ചു, ഇന്ന് 20 ചോദ്യങ്ങൾ. ഇങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ആൻസർ പറയാൻ സെറ്റ് ആവും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. ഈ ചോദ്യപേപ്പറെ 2019 നടന്ന VEO തിരുവനന്തപുരം കോഴിക്കോട് ജില്ലയിൽ നടന്ന പരീക്ഷയുടെയാണേ. ആദ്യത്തെ ചോദ്യം, ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്? ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ദ ആക്സിഡന്റ് ആണ്. എന്തുകൊണ്ടാ ദ വന്നത്? ദ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഒരു പ്രത്യേക ആക്സിഡന്റിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ദ ഉപയോഗിച്ചത്. ഒരു പ്രത്യേക ആക്സിഡന്റിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ദ യൂസ് ചെയ്തത്. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ നടന്നു കഴിഞ്ഞ ആ സ്പെസിഫിക് ആക്സിഡന്റ്, അതിനെപ്പറ്റി പറയുമ്പോഴാണ് ദ യൂസ് ചെയ്യുന്നത്. ദ ബോയ്, ദ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ബോയെ പറ്റി പറഞ്ഞു, എന്നിട്ട് ആ ബോയിയെ വീണ്ടും പറയാൻ വേണ്ടി സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് ദ ബോയ് എന്ന് പറയുന്നത്. അല്ല സാധാരണ വെറുതെ ഒരു ബോയിയെ പറയുകയാണെങ്കിൽ എ ബോയ്, അല്ലെങ്കിൽ ബോയ്, അല്ലെങ്കിൽ ബോയ്സ് എന്നേ പറയാറുള്ളൂ. ഒരു സ്പെസിഫൈ ചെയ്ത് ഒരാളെ പറയുമ്പോഴാണ് ദ ബോയ്, അല്ലെങ്കിൽ ഇവിടെ ആ സ്പെസിഫൈ ചെയ്ത് ആ ഒരു ആക്സിഡന്റിനെ പറയുന്നത് കൊണ്ടാണ് ദ ആക്സിഡന്റ് ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു. ഇഫ് കാണുമ്പോൾ ഓർത്തോണം, ഇത് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇവിടെ ഇഫ് ക്ലോസ് ആകുമ്പോൾ 2 പാർട്ട് ഉണ്ടായിരിക്കും. ഇഫ് ചേരുന്ന പാർട്ട് അത് ഇഫ് ക്ലോസിന്റെ പാർട്ടാ, പിന്നെ ബാക്കി ഭാഗം മെയിൻ ക്ലോസ് ആണ്. ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. അപ്പൊ ഇവിടെ ഇഫ് ക്ലോസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ എന്താ തന്നേക്കുന്നത്? വുഡ് നോട്ട് അക്സെപ്റ്റ്, അതായത് വുഡ് പ്ലസ് V1. V1 ബേസ് ഫോം അല്ലേ തന്നേക്കുന്നത്. വുഡ് പ്ലസ് V1 വരണമെങ്കിൽ, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വരണമെങ്കിൽ ഇഫ് ക്ലോസിൽ എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നാലേ, ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നാലേ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കാറുള്ളൂ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പം വാസ് ഓർ വെയർ ചേർക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വാസ് ഓർ വെയർ. അപ്പൊ ഇവിടെ വാസും ഉണ്ട് വെയറും ഉണ്ട്. വാസ് ആണോ വെയർ ആണോ ചേർക്കേണ്ടത്? അപ്പൊ ഇഫ് ക്ലോസിലെ സബ്ജക്റ്റ് നോക്കുക, ഐ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റാ, അതുകൊണ്ട് വെയർ ആണ് ചേർത്തത്. അപ്പൊ ഇത് രണ്ടാമത്തെ റൂളാണ്. ഇഫ് ക്ലോസിൽ ആകെ 3 റൂളേ പഠിക്കാനുള്ളൂ, അതിൽ രണ്ടാമത്തെ റൂളാണിത്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നാൽ, അല്ലെങ്കിൽ ഇഫ് ക്ലോസിൽ വാസ് ഓർ വെയർ, ഡിഡ് പോലുള്ള പാസ്റ്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1, അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1, അല്ലെങ്കിൽ കുഡ് പ്ലസ് V1, അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം, ഹി വാസ് അക്കമ്പനീഡ് ഡാഷ് ഹിസ് വൈഫ്. അക്കമ്പനീഡ് ബൈ സംബഡി ആണ്. അക്കമ്പനീഡ് ബൈ സംബഡി, അക്കമ്പനീഡ് ബൈ ഹിസ് വൈഫ്, അക്കമ്പനീഡ് ബൈ സംബഡി എന്നാ പറയുന്നത്. അപ്പം അക്കമ്പനീഡ് കൂടെ എന്താ ചേർക്കുന്നത്? ബൈ ആണ് ചേർക്കുന്നത്. കൂടെ ഉണ്ടാകുക എന്ന മീനിങ് ആണ്, കൂടെ ഉണ്ടാകുക. അടുത്ത ചോദ്യം, ദിസ് ഈസ് ദ ബോയ് ഡാഷ് വൺ ദ ഗോൾഡ് മെഡൽ. ദിസ് ഈസ് ദ ബോയ്, ആരാണോ ജയിച്ചത് ആ ബോയെ പറ്റി പറയുന്നത്. അപ്പൊ ഹൂ, ദിസ് ഈസ് ദ ബോയ് ഹൂ വൺ ദ ഗോൾഡ് മെഡൽ. ഇതാണ് ഗോൾഡ് മെഡൽ നേടിയ ആ കുട്ടി, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ ആ ജയിച്ച ആ കുട്ടിയെ പറയുന്നത്. അപ്പൊ ദിസ് ഈസ് ദ ബോയ് ഹൂ വൺ ദ ഗോൾഡ് മെഡൽ. അടുത്തത്, ദ ആന്റോണിം ഓഫ് പ്രൈഡ്. പ്രൈഡ്, പ്രൈഡ് എന്ന് വെച്ചാൽ അഹന്ത എന്നൊക്കെ പറയത്തില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹ്യൂമിലിറ്റി ആണ്. ഹ്യൂമിലിറ്റി. ഇവിടെ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തേ, ഇവിടെ ഹ്യൂമിഡ് എന്നാ തന്നേക്കുന്നത്. ഹ്യൂമിലിറ്റി ആണ്, അല്ലെങ്കിൽ ഹംബിൾനെസ്. ഹംബിൾനെസ്, എളിമ, അതാണ് പ്രൈഡിന്റെ ഓപ്പോസിറ്റ്.
ഹ്യൂമിഡ് അല്ല വരേണ്ടത്, ഹ്യൂമിലിറ്റി ആയിരുന്നു വരേണ്ടത്. HUMILITY, ഹ്യൂമിലിറ്റി. അടുത്തത് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ്. കീസിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ബഞ്ച്. ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബഞ്ച് ഓഫ് ബനാനാസ്, ബഞ്ച് ഓഫ് കീസ്. താക്കോൽ കൂട്ടം എന്ന് സൂചിപ്പിക്കുന്നതാണ് ബഞ്ച് ഓഫ് കീസ്. അടുത്തത് മീനിങ് ഓഫ് സെനിസൈഡ്. സെനിസൈഡ് എന്ന് വെച്ചാൽ എന്തുവാ? കില്ലിംഗ് ആൻ ഓൾഡ് മാൻ. കില്ലിംഗ് ആൻ ഓൾഡ് മാൻ ഈസ് നോൺ ആസ് സെനിസൈഡ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സെനിസൈഡ് എന്നും പറയാറുണ്ട്, കില്ലിംഗ് ആൻ ഓൾഡ് മാൻ. ജെറോണ്ടിസൈഡ് എന്നും പറയാറുണ്ട്. അത് PSC മുൻവർഷം ചോദിച്ചതാണ്. ജെറോണ്ടിസൈഡ്, GERON, ജെറോണ്ടിസൈഡ് എന്നും പറയാറുണ്ട്. ജെറോണ്ടിസൈഡ് അല്ലെങ്കിൽ സെനിസൈഡ് എന്നൊക്കെ പറയുന്നത് കില്ലിംഗ് ആൻ ഓൾഡ് മാനാ. അടുത്തത് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഇന്ത്യ വൺ ദ മാച്ച്. പാസീവ് വോയിസിലേക്ക് ആക്കാനാ. തന്നിരിക്കുന്ന സെന്റൻസ് ഇന്ത്യ വൺ ദ മാച്ച് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. V2 അല്ലേ ഉപയോഗിച്ചേ? വിന്നിന്റെ പാസ്റ്റ് ഫോം ആണ് വൺ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പൊ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും. ഇത് ആക്റ്റീവില് തന്നിരിക്കുന്ന സെന്റൻസ്. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ കർത്തരി പ്രയോഗം, കർത്താവിനാണ് അവിടെ പ്രാധാന്യം. ഇന്ത്യ വൺ ദ മാച്ച്, ഇന്ത്യക്കല്ലേ അവിടെ പ്രാധാന്യം. അപ്പൊ ഇന്ത്യയാണ് അവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് വൺ, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാച്ച്. ഇനി പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ അവിടെ പ്രാധാന്യം നൽകേണ്ടത് ഒബ്ജക്റ്റിനാണ്. അതായത് കർമ്മിണി പ്രയോഗം എന്ന് പറയും, കർമ്മത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ദ മാച്ച് അല്ലേ, ദ മാച്ചിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ എലിമിനേഷൻ മെത്തേഡ് എടുക്കുമ്പോൾ ഇന്ത്യ ഹാഡ് വൺ ദ മാച്ച് എലിമിനേറ്റ് ചെയ്യാലോ, ഇന്ത്യയിലല്ലേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, ദ മാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് കിട്ടിയില്ലേ. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഒബ്ജക്റ്റ് എടുക്കുക പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബാലൻസ് ഓഫ് ദ സെന്റൻസ് ആണ്. ബൈ പ്ലസ് ബാലൻസ് ഓഫ് ദ സെന്റൻസ്. അപ്പൊ ദി മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ദി മാച്ച് പ്ലസ് വാസ് ഓർ വെയർ വേണം. വാസ് ആണോ വെയർ ആണോ വേണ്ടേ? മാച്ച് എന്ന് പറയുന്നത് സിംഗുലാർ അല്ലേ, അപ്പൊ വാസ് ആണ് വേണ്ടത്. അപ്പൊ വാസ് ഉള്ള ഒറ്റൊരുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ വീണ്ടും എലിമിനേഷൻ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാലോ. സിമ്പിൾ പാസ്റ്റിനെ പാസീവ് വോയിസ് ആകുമ്പോൾ വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ പോരെ. അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ദ മാച്ച് വാസ് വൺ ബൈ ഇന്ത്യ. അടുത്തത് ഐ ആം ഓൾവേസ് ഡാഷ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ്. ഹാവിങ് ആണ്. ഹാവിങ് ഇവിടെ ഉണ്ടല്ലോ, ആം യൂസ് ചെയ്തേക്കുന്നത് കൊണ്ട് ഹാവിന്റെ ING ഫോമാണ് യൂസ് ചെയ്യാനുള്ളത്. ആം യൂസ് ചെയ്തേക്കുന്നത് കൊണ്ട് ഹാവിന്റെ ING ഫോം. ആം ഇല്ലായിരുന്നെങ്കിലോ ഐ ഓൾവേസ് ഹാവ് ട്രബിൾ വിത്ത് നെയ്ബേഴ്സ് എന്ന് പറയാം. ഇവിടെ ആം വന്നതുകൊണ്ട് ഹാവിന്റെ ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഐ ആം ഓൾവേസ് ഹാവിങ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ്. അടുത്ത ചോദ്യം either you or she dash got the box. either or യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത് വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം വേർബ് എഴുതാൻ. either or യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റിനെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഷീ ആണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കും ഇവിടെ വരുന്നത്. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും വരുന്നത്. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഷീ അല്ലേ. ഷീ എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആണ്. ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്ന സിംഗുലാർ സബ്ജക്റ്റ്. അപ്പൊ സിംഗുലാർ വെർബ് വേണം വരാൻ. ഇവിടെ സിംഗുലാർ വെർബ് ഏതൊക്കെയുണ്ട്? ഹാസ് ഉണ്ട്, ഡസ് നോട്ട് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഇവിടെ ഡസ് നോട്ടിനെ എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ? ഗോട്ട് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസാ, ഡസ് നോട്ട് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിലാ. അപ്പൊ പാസ്റ്റും പ്രസന്റും കൂടെ യൂസ് ചെയ്തില്ല, അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഹാഡ് ഗോട്ട് അല്ല, പാസ്റ്റിൽ നടന്ന കാര്യമല്ല പറയുന്നത്, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യത്തെ പറ്റിയാ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാസ് ഗോട്ട് ആണ് ഉത്തരം. ഹാസ് ഗോട്ട്. ഓക്കെ. അടുത്തത് ഐ ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. ഐ ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. ഇൻ ദോസ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ എന്നുള്ള മീനിങ് ആണ്. ഹാഡ് ടു, ഐ ഹാഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം
എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് ഈസ് കോൾഡ്. അതായത് ഭാര്യ നഷ്ടപ്പെട്ട ആളെ എന്താ പറയുന്നത്? വിധുരൻ എന്നാ പറയുന്നത്, വിഡോവർ. എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ് ഈസ് കോൾഡ് വിഡോവർ. വിഡോവറിന്റെ ഫെമിനൈൻ ജെൻഡർ വിഡോ, വിധവ. ഭർത്താവ് നഷ്ടപ്പെട്ടത് വിധവ, ഭാര്യ നഷ്ടപ്പെട്ടത് വിഡോവർ ആണ്, വിധുരൻ. വിധവ വിധുരൻ, വിധവ വിധുരൻ. അടുത്തത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാ. ഇൻഡയറക്ട് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരാളോട് പറഞ്ഞ കാര്യം മൂന്നാമതൊരാളോട് എങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ അത് മൂന്നാമത്തെ ആളോട് പറയുമ്പോൾ ചെയ്യുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഐ ഡോണ്ട് ലൈക്ക് ദ ടീ ഹി സെഡ്. അവൻ പറഞ്ഞു എനിക്ക് ചായ ഇഷ്ടമല്ല. അപ്പൊ അവൻ പറഞ്ഞത് ഞാൻ പോയി വേറൊരാളോട് പറയാൻ പോവാം. അപ്പൊ ഐ ഡോണ്ട് ലൈക്ക് ദ ടീ എന്നല്ലേ അയാൾ പറഞ്ഞത്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഹി സെഡ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പം ഹി സെഡ് ദാറ്റ് ആകും. ഹി സെഡ് ദാറ്റ് പ്ലസ് സബ്ജക്റ്റ്. ഐ, അവൻ പറഞ്ഞതല്ലേ ഐ എന്ന്. അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം ഹി എന്ന് വരണം. ഹി സെഡ് ദാറ്റ് ഹി ഡോണ്ട് ലൈക്ക് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറണം. ഡിഡിന്റ് ആകും. ഡിഡിന്റ് ഉള്ള ഒരു ഒറ്റ ഉത്തരവല്ലേ ഉള്ളൂ, ബി. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡോണ്ട് ലൈക്ക് എന്ന് തന്നേക്കുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അയാൾ പറഞ്ഞു തീർന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പൊ പാസ്റ്റ് ടെൻസിലേ പറയാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ പ്രസന്റിൽ തന്നിരുന്ന പാസ്റ്റ് ടെൻസിൽ. അപ്പൊ ഡസ് നോട്ടും വരത്തില്ല, അതും പ്രസന്റിലാണ് വരുന്നത്. ഹാഡ് നോട്ടും വരത്തില്ല. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് തന്നിരുന്നെങ്കിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യായിരുന്നു. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഹി സെഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ ടീ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവളുടെ അമ്മ മരിച്ചു. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ്, എഗോ എന്നൊക്കെ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് പാസ്ഡ്, വെന്റ്, മൂവ്ഡ് എന്നൊക്കെ പറഞ്ഞ് പാസ്റ്റ് ഫോമിൽ തന്നേക്കുന്നത്. അപ്പൊ ഇവിടെ മരിച്ചു, മരിക്കുക എന്നുള്ള മീനിങ് പാസ്ഡ് എവേ ആണ്. പാസ് എവേ എന്നാൽ മരിക്കുക. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് പാസ്ഡ് എവേ, പാസ്ഡ് എവേ. പാസ് അവേ എന്നാൽ മരിക്കുക. ലാസ്റ്റ് ഇയർ എന്ന് കൃത്യമായി ഒരു സമയം പറയുന്നുണ്ട്, പാസ്റ്റിലെ സമയം പറയുന്നത് കൊണ്ട് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. അടുത്ത ചോദ്യം, ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ആദ്യത്തെ റൂള് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നെഗറ്റീവ് വേർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് തോന്നും. പക്ഷേ ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണ്. ഫ്യൂ എന്നത് നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് ഈ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് സെന്റൻസിന്റെ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കത്തില്ലേ? അപ്പൊ പോസിറ്റീവ് ടാഗ് ഉള്ള രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഡു ദേയും ഡിഡ് ദേയും. ബാക്കി രണ്ട് ഓപ്ഷനിൽ ഇൻഡ്, നോട്ട് ഉണ്ട്, അതുകൊണ്ട് അത് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ടാഗ് അല്ല. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആണ്. ഇനി ഡു ദേ ആണോ ഡിഡ് ദേ ആണോ? ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് മെയിൻ വെർബ് ആയ ന്യൂവിനെ സ്പ്ലിറ്റ് ചെയ്തു. ന്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് നോ ആണ് ന്യൂ. ന്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തുവാ? ഡിഡ് പ്ലസ് നോ, ഡിഡ് പ്ലസ് നോ. അപ്പൊ അവിടുന്ന് ഓക്സിലറി വെർബ് കിട്ടിയില്ലേ? ഡിഡ്. അപ്പൊ ഡിഡ് ദേ ആണ് ആൻസർ. ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോനൗൺ ദേ ആയിരിക്കും. ഡിഡ് ദേ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹീ ഈസ് ദ ഡാഷ് ഓഫ് ദ 3 ബ്രദേഴ്സ്. 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. റിച്ചസ്റ്റ്, റിച്ചസ്റ്റ്. ഹീ ഈസ് ദ റിച്ചസ്റ്റ്. അതുപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ദ ചേർക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെയാണ്. അപ്പൊ സൂപ്പർലേറ്റീവിന് മുന്നെയാണ് ദ ചേർക്കുന്നത്. 3 പേരിൽ ഏറ്റവും പണക്കാരൻ അവനാണ്. ഹീസ് ദ റിച്ചസ്റ്റ് ഓഫ് ദ 3 ബ്രദേഴ്സ്. 3 സഹോദരന്മാരിൽ ഏറ്റവും പണക്കാരൻ അവനാണ്. 3 പേരെയാ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർലേറ്റീവ്. 2 പേരെ ആണെങ്കിൽ കമ്പാരേറ്റീവ് ഡിഗ്രി എടുക്കായിരുന്നു. ഒരാളുടെ കാര്യം മാത്രമാണെങ്കിൽ പോസിറ്റീവ് ഡിഗ്രി. അടുത്ത ചോദ്യം, ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വാക്ക്. ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി, ഇവിടെ തന്നെ പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും രണ്ടാമത്തെ പാർട്ടും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അതുകൊണ്ട് ഗോ വരത്തില്ല. ഗോ സിമ്പിൾ പ്രസന്റ് ടെൻസാ. വിൽ ബി ഗോയിങ് എന്ന് പറയുന്നത് വിൽ, ഫ്യൂച്ചറിനെ കാണിക്കുന്നതാ. അപ്പോൾ വെന്റോ ഹാഡ് ഗോണോ ആണ്.
അപ്പോൾ വാസ് എന്ന് തുടക്കത്തിലുള്ളത് കൊണ്ട് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഹാഡ് ഗോൺ അല്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി വി വെന്റ് ഫോർ എ വാക്ക്. അപ്പോൾ ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി വെന്റ് ഫോർ എ വാക്ക്, അതായത് കാർമേഘങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ നടക്കാൻ പോയി എന്നുള്ളതാണ്. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. മാസക്കർ, മാസക്കറിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ? ഡി ആണ്. മാസ് ഏക്കർ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. മാസ് MASS മാസ്, ഏക്കർ ACRE മാസേക്കർ, കൂട്ടക്കൊല എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, ദ നോയിസ് കോസ്റ്റ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഡാഷ്, ടു ഗോ നട്ട്സ് ആണ്. ഗോ നട്ട്സ് എന്ന് വെച്ചാൽ മാഡ്, ബിക്കം മാഡ്, ഭ്രാന്ത് പിടിക്കുക. ഈ ബഹളം അയൽക്കാരെയൊക്കെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്നുള്ള മീനിങ്. ദ നോയിസ് കോസ്റ്റ് ഓൾ ദ നെയ്ബേഴ്സ് ടു ഗോ നട്ട്സ്. ഗോ നട്ട്സ് എന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിപ്പിക്കുക. അടുത്ത ചോദ്യം, ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ്. നമ്മള് സമ്മാനമൊക്കെ കൊടുക്കുന്നതിന് എന്താ പറയാ? ഗിവ് എവേ എന്നാ പറയുന്നത്. അപ്പൊ ഗേവ് പാസ്റ്റ് തന്നേക്കുന്നത് കൊണ്ട് ഗേവ് എവേ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക എന്നൊക്കെയാണ് മീനിങ്. ഫ്രേസൽ വെർബ. ദ ചീഫ് ഗസ്റ്റ് ഗേവ് എവേ ദ പ്രൈസ്. അപ്പൊ ഇത്രയും 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പം സെറ്റ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇംഗ്ലീഷിന് പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. ഈ 10th മെയിൻസിന് വേണ്ടി ചെയ്യുന്ന ഡിസ്കഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ടേക്കാം. ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. ഓരോ ക്ലാസ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി നോക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.